ചെറിയൊരു രാഷ്ട്രീയ പാർട്ടിയായ CJPക്കും രാജ്യത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് ജന്തർ മന്ദർ സമരം തെളിയിച്ചു. കേന്ദ്രമന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ വരെ രാജിവെക്കേണ്ടി വന്നത് ഈ പോരാട്ടത്തിന്റെ വിജയമാണെന്നും പോലീസിന്റെ ലാത്തികൾ പോലും താഴ്ന്നു പോകുന്ന ഒരു പുതിയ സമരരീതിക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ജന്തർ മന്ദർ നൽകിയ ഈ പാഠങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയും ഉൾക്കൊള്ളേണ്ടതുണ്ടെന്നും വരാനിരിക്കുന്ന ഡൽഹി സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറച്ച പിന്തുണയുമായി മുന്നിലുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി ജനങ്ങളുടെ സ്നേഹപൂർവ്വമായ മുന്നറിയിപ്പാണെന്നും അത് തിരിച്ചറിഞ്ഞ് ജനങ്ങളിൽ നിന്ന് അകന്നു പോകാതെ മുന്നോട്ട് പോകണമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. ഈ ദിനങ്ങളിലെ ഏറ്റവും ആഴമേറിയ രാഷ്ട്രീയ പാഠം അതാണെന്ന് CPI വിശ്വസിക്കുന്നു. ആ പാഠമാണ് ജന്തർ മന്ദറിന്റെ പാഠം. അവിടെയാണ് നമ്മൾ കണ്ടത് വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, കുട്ടികൾ അവർ മുഖാമുഖം നിന്നു ഒരു ഗവൺമെന്റിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് പറഞ്ഞു. പരീക്ഷകൾ നിങ്ങൾ പ്രഹസനമാക്കി മാറ്റുന്നു. ഉറക്കമടിച്ചു പഠിച്ചാൽ, പരീക്ഷ എഴുതിയാൽ ഫലം വരുമ്പോൾ ഞങ്ങളെല്ലാം തോറ്റുപോകുന്നു. വലിയവരുടെ മക്കൾ, ഉദ്യോഗസ്ഥ പ്രമുഖരുടെ മക്കൾ, പ്രമാണിമാരുടെ മക്കൾ, എല്ലാം വിലക്കെടുക്കാൻ നിൽക്കുന്ന മക്കൾ, അവർ പഠിക്കേണ്ട, ഉറക്കമടക്കൊന്നും ചെയ്യേണ്ട, പക്ഷെ അവരെല്ലാം പാസ്സാകുന്നു. പരീക്ഷകളെല്ലാം ഇതുപോലെ നാണം കെട്ട ഒന്നായി മാറിയാൽ എന്താ ഞങ്ങളുടെ ഭാവി? നന്നായി പാസ്സായാലും പണിയില്ല. ഭർത്താവിനൊക്കെ പറഞ്ഞ മോദി 2 കോടി പേർക്ക് എല്ലാ വർഷവും പണി ജോലി എന്ന് പറഞ്ഞു. വരുമ്പോൾ 1ഉം 2ഉം ലക്ഷമല്ല, 2 കോടി ചെറുപ്പക്കാർക്ക് എല്ലാ വർഷവും ജോലി കൊടുക്കും അത്രേ. അങ്ങനെയാണെങ്കിൽ, മോദിയുടെ വാക്ക് ശരിയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തൊഴിലില്ലായ്മ പണ്ടേക്ക് പണ്ടേ ഇല്ലാതായി പോയേനെ.